നൂറയുടെയും ആദിലയുടെയും വീണെടുത്ത് കിടന്നുള്ള ഉരുളല് അതിപ്പോ അനുമോൾ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഒരു കാര്യം പറഞ്ഞു, അതിനുള്ള മറുപടി അനുമോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ലൈവിൽ നടന്നെന്നുള്ളത് നമുക്കറിയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ അനീഷിന്റെ ആ ഒരു പ്രപ്പോസൽ സീനിന് ശേഷം അങ്ങോട്ട് എന്താ പറയാ, പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു പോയ പോലെ അനുമോൾ ആദിലെടുത്ത് നൂറെടുത്ത് ഭയങ്കര കമ്പനി. ഈ കമ്പനി സത്യം പറഞ്ഞാൽ റെപ്പറ്റീഷൻ ആണ്. അതായത് ഇപ്പോൾ ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാച്ചപ്പ്, വീണ്ടും അടിയുണ്ടാക്കുന്നു, വീണ്ടും കുറെ ആയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, പിന്നെയും പിണങ്ങുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. വീണ്ടും ഒരു പിണക്കത്തിലേക്കാണോ അതോ കൂടുതൽ സംസാരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ശരി, അനുമോളും ആദിലയും നൂറയും തമ്മിൽ ആ പഴയ കാര്യം പറഞ്ഞ് അങ്ങേയറ്റം വീണ്ടും ഒരു വഴക്ക് അവിടെ ഉണ്ടാവുകയാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നൂറ അന്ന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, എന്ത് വൃത്തികേടായിരുന്നു നൂറ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നൂറയുടെയും ആദിലയുടെയും ഇടയിൽ വളരെ സീരിയസ് ആയിട്ട് അവർ രണ്ടുപേരും അത്ര ഓപ്പൺ ആയിട്ട് കാണിക്കാതെ രണ്ടെണ്ണവും മനസ്സിൽ വെച്ചേക്കുന്ന ഒരു കാര്യം അനുവിന്റെ ഫേമസും അനുവിന്റെ PR-ഉം ഒക്കെ കൊണ്ട് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മേ ബി ഈ പറയുന്ന നൂറയും ആദിലയും അത് കണ്ടിട്ട് അനുമോളുടെ കൂടെ കൂട്ടുകൂടി എന്ന് പറയുന്നില്ല, പക്ഷെ കൂടി വന്നപ്പോഴത്തേക്കും രണ്ടുപേരും ഈ പറയുന്ന ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു സീസണിൽ ഇപ്പോ ശൈത്യ, ബിൻസി, അനുമോള്, ആദില, നൂറ ഇവരൊക്കെ എന്ന് പറയുന്നത് ജിസേലിന് ഓപ്പോസിറ്റ് ആയിട്ട്, ജിസേല് മൊത്തം ഒരു ബോയ്സ് ടീമുമായിട്ടാണെങ്കിൽ ബാക്കി വന്നിട്ടുള്ള ബിന്നി ഉൾപ്പെടെ എല്ലാ ഗേൾസും ശരിക്കും പറഞ്ഞ റെനയെ ഞാൻ ഇതിനകത്ത് പെടുത്തുന്നില്ല, റെന ജിസേലിന്റെ കൂടെ തന്നെയായിരുന്നു തുടക്കം തൊട്ടേ.